ആദ്യം നമുക്ക് മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവ കൂട്ടിലായിരിക്കുകയാണ്. കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. 2 മാസമായി വനം വകുപ്പ് അന്വേഷിച്ച കടുവയാണ് കൂട്ടിലായത്. കടുവയെ തുറന്നുവിടരുതെന്ന് ആവശ്യപ്പെട്ട് പ്രദേശത്ത് പ്രതിഷേധം ശക്തമാണ്. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശാന്തകുമാർ, കാളികാവിനെ ഭീതിയിലാഴ്ത്തിയിരുന്ന കടുവയാണ് കൂട്ടിലായിരിക്കുന്നത്. ഇപ്പോൾ അവിടെ പ്രദേശവാസികൾ സംഘടിച്ച് പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. ഈ കടുവയെ അവിടെ തുറന്നു വിടരുത് എന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്താണ് അവർ ഈ തരത്തിൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാനുള്ള കാരണം? ഈ കടുവയെ അവിടെ തുറന്നു വിടാനുള്ള നീക്കത്തിലേക്ക് കടന്നിരുന്നോ വനം വകുപ്പ്? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഒരു പുലി കുടുങ്ങിയപ്പോഴും ആ പുലിയെ പിന്നീട് വനത്തിനകത്ത് തുറന്നുവിടുന്ന സാഹചര്യം ഉണ്ടായി. അത്തരം സാഹചര്യം ഈ നരഭോജി കടുവയെ തുറന്നുവിടുന്നതിൽ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് പ്രദേശവാസികളുടെ പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ആ നാട്ടുകാരനായ ഗഫൂറിനെ കൊലപ്പെടുത്തിയ ഒരു കടുവയാണ്, നരഭോജി കടുവയാണ്. അത് തുടർന്നും ഇത്തരം ആക്രമണങ്ങൾ തുടരും. ഇത് തന്നെയാണ് നാട്ടുകാരുടെ ആശങ്ക. ഈ ആശങ്ക തന്നെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നത്. കാരണം കഴിഞ്ഞ 53 ദിവസമായി വലിയ തോതിൽ നാട്ടുകാരുടെ നേതൃസാന്നിധ്യത്തിലും അതുപോലെ തന്നെ ഈ വനംവകുപ്പ് RRT സംഘത്തിന്റെ നേതൃത്വത്തിലും എല്ലാം ഇതിന്റെ തെരച്ചിൽ തുടരുകയായിരുന്നു. വിവിധയിടങ്ങളിൽ കൂടുകൾ സ്ഥാപിച്ചു. 3 or 4 ഇടത്ത് ഈ കടുവയുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഒരിക്കൽ തെരച്ചിൽ നടത്തുന്നതിനിടെ RRT സംഘത്തിന് നേരെ തന്നെ ഈ കടുവ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ അക്രമകാരിയായ ഒരു കടുവയെ ഇനിയും ഇതുപോലെ വനത്തിനകത്ത് തന്നെ നിലനിർത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ ഇത് വലിയ പ്രയാസം നേരിടുന്നു ആ വന്യമൃഗങ്ങളെ കൊണ്ട്. അത് ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുന്ന ഒരു കടുവ തന്നെ ഉള്ളപ്പോൾ അത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ജീവിതം പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇത്തരം കടുവകൾ. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും വനത്തിനകത്ത് തുറന്നുവിടരുത്, അതിനെ കൊലപ്പെടുത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം. പക്ഷേ വനം വകുപ്പ് ഇതിനെ മൃഗശാലയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത്. അല്പം മുമ്പ് നമ്മൾ നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാലുമായി സംസാരിക്കുമ്പോൾ പ്രായമായ കടുവയാണ്, 13 വയസ്സ് പ്രായമുള്ള ഒരു പെൺകടുവയാണ്. അതിനെ ഇനി വനത്തിലേക്ക് തന്നെ തുറന്നു വിടുന്നത് പ്രായോഗികമാവുമെന്ന് കരുതുന്നില്ല. അതിനുള്ള ചർച്ചകൾ തുടരുകയാണ്. എന്തായാലും അതിനെ മൃഗശാലയിലേക്ക് മാറ്റുന്നതിനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ തുടരുന്നത് എന്നാണ്. പക്ഷേ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഈ പ്രതിഷേധവും ആ ജനങ്ങൾ അവസാനിപ്പിക്കൂ എന്നുള്ള യാതൊരു തർക്കവുമില്ല. എന്തായാലും ആശങ്കയിലായ അല്ലെങ്കിൽ വലിയ ഭീതി ഉണ്ടാക്കിയ ഒരു കടുവ കൂട്ടിലായിരുന്നു. ഈ കടുവയെ ഒരു തരത്തിലും ഇനി ഈ പ്രദേശത്ത് കാണരുത്, ഇല്ലെങ്കിൽ വനത്തിൽ തുറന്നുവിട്ട് വീണ്ടും അത് അക്രമത്തിന് ഇടയാക്കരുത് എന്നുള്ള ആവശ്യമാണ് വനം വകുപ്പ് ഈ ജനങ്ങൾക്ക് പറയാനുള്ളത്. അതാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം തന്നെയായി ഈ കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിൽ ഇപ്പോൾ പ്രതിഷേധം കനക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ലക്ഷ്മി, ശാന്തകുമാർ, ഗഫൂറിനെ കടിച്ചു കൊന്ന കടുവയാണ്, ടാപ്പിംഗ് തൊഴിലാളിയായിട്ടുള്ള കാളികാവ് സ്വദേശി ഗഫൂറിനെ കടിച്ചു കൊന്ന കടുവ തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടുണ്ടോ? നേരത്തെ ഈ കടുവ മെയ് 15-നാണ് ടാപ്പിംഗ് അബ്ദുൽ ഗഫൂറിനെ കൊലപ്പെടുത്തുന്നത്. തുടർന്ന് അതിന്റെ കാൽപ്പാടുകളെല്ലാം പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് ഇത് സൈലന്റ് വാലി വനമേഖലയിലെ ഡാറ്റ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കടുവ തന്നെയാണ് എന്ന വനവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. ആ കടുവ തന്നെയാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. അത് തന്നെയാണ് നിലമ്പൂർ സൗത്ത് DFO നമ്മൾ സംസാരിക്കുമ്പോൾ നേരത്തെ പങ്കുവച്ചതും അത് തന്നെയാണ്. കടുവ നേരത്തെ ഗഫൂറിനെ കൊലപ്പെടുത്തിയ കടുവ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ അതിന് പ്രായമുള്ള കടുവയാണ്, 13 വയസ്സോളം പ്രായമുണ്ട്. അതുകൊണ്ട് അതിന് ഇനി വനമേഖല തുറന്നു വിടുന്നത് അത്ര പ്രായോഗികമാവില്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടിയിലേക്ക് പോകൂ എന്ന് പറയുന്നത്. എന്തായാലും ഗഫൂറിനെ കൊലപ്പെടുത്തിയ കടുവ തന്നെയാണിത്. ഇത് സൈലന്റ് വാലി വനമേഖലയിൽ വനം വകുപ്പിന്റെ ഡാറ്റാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കടുവ തന്നെയാണ് എന്ന് വനംവകുപ്പ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി,
13 വയസ്സ് പ്രായമുള്ള കടുവയാണ്. അപ്പോൾ ഈ കടുവകളുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ശാരീരികമായി ബുദ്ധിമുട്ടുള്ള പ്രായമുള്ള കടുവകളൊക്കെയാണ് പുറത്തിറങ്ങി ആക്രമിക്കുന്നത് എന്ന് പൊതുവെ പറയപ്പെടുന്ന കാര്യം സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ശാന്തകുമാർ, വലിയ തോതിലുള്ള പ്രതിഷേധം അവിടെ നടക്കുന്നു. ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരെ അനുനയിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു ആഹ്ലാദ പ്രകടനം ആണ് എന്നാണ് തോന്നുന്നത്. അത് അവിടെ എന്തെങ്കിലും തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ? കടുവയെ തുറന്നു വിടില്ല, മൃഗശാലയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്ന അടക്കമുള്ള എന്തെങ്കിലും തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? പ്രാഥമികമായി ചെയ്യാൻ പോകുന്നത് ഈ കടുവയെ നിലമ്പൂർ സൗത്ത് RRT ക്യാമ്പിലേക്ക് താൽക്കാലികമായി മാറ്റും. ഇതിന്റെ ആരോഗ്യ പരിശോധന മറ്റുള്ളതെല്ലാം തീരുമാനിക്കേണ്ടതുണ്ട്. പക്ഷെ അതിനൊന്നും ജനങ്ങൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഈ കടുവ കൂട്ടിൽ നിന്നും ഇവിടെ നിന്നും കൊണ്ടുപോകുന്നതിന് മാറ്റുന്നതിനുള്ള ഒരു ശ്രമവും അതുകൊണ്ട് തന്നെയാണ് വനവകുപ്പിന് ഇപ്പോൾ കഴിയാതെ ഇരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നാട്ടുകാരെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വനവകുപ്പ് ശ്രമം തുടരുകയാണ്. അത് തന്നെയാണ് അത്തരത്തിൽ കടുവയെ മാറ്റുന്നതിനുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു രൂപത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന്റെ വിശദമായ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അതിന്റെ വിവരങ്ങൾ അറിയിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഇപ്പോൾ താൽക്കാലികമായി ആ പ്രതിഷേധത്തിന് ഒരു ശമനം ഉണ്ടാവുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഈ കടുവയെ ഇവിടെ നിന്ന് മാറ്റി വനത്തിൽ തുറന്നുവിടുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ തന്നെയാണ് വനം വകുപ്പ് ഇപ്പോൾ പ്രാഥമികമായി തീരുമാനമെടുത്തിരിക്കുന്നത്. ലക്ഷ്മി, ഏതായാലും അവിടെ കടുവയെ വനത്തിൽ തുറന്നു വിടില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതാണ് അവിടെ ആളുകൾ ആഹ്ലാദ പ്രകടനം നടത്തിയത്. മലപ്പുറം കാളികാവിൽ ജനങ്ങളെ ആകെ ഭീതിയിലാഴ്ത്തിയിരുന്ന നരഭോജി കടുവയാണ് കൂട്ടിലായിരിക്കുന്നത്. കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങുകയായിരുന്നു. 2 മാസമായി വനംവകുപ്പ് അന്വേഷിച്ച് നടന്ന കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. ഗഫൂർ എന്ന ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു കൊന്ന കടുവ അത് തന്നെയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. സൈലന്റ് വാലി വനമേഖലയിലുള്ള 13 വയസ്സുള്ള വൃദ്ധനായ കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. ഏതായാലും കടുവയെ ആ വനപ്രദേശത്ത് തുറന്നു വിടരുത് എന്ന് പറയുന്ന നാട്ടുകാരുടെ ആവശ്യം ഫലം കണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ പ്രതിഷേധ പ്രകടനമാണ് അല്പസമയം മുമ്പ് അവിടെ നടന്നത്. ഈ കടുവയെ കാണാനും കൂടി അവിടേക്ക് ഒരുപാട് പേർ തടിച്ചുകൂടി എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.